ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ലിറ്റിൽ മുള്ളിലേക്ക് സ്വാഗതം. ഇന്നൊരു മത്തങ്ങ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അതിനായിട്ട് അധികം വിളയാത്ത, അധികം പഴുക്കാത്ത കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ ഒരു സവാള, തക്കാളി, 3 പച്ചമുളക്, കുറച്ച് പുളി നീളം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി വെക്കുന്നതിനായിട്ട് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സൺഫ്ലവറിൻ്റെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ച ഉലുവ ആയതുകൊണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. പൊടിക്കാത്ത ഉലുവ ആയതുകൊണ്ടാണ്. നമ്മൾ ഉലുവ ഇട്ട് കൊടുത്ത ശേഷം ഉലുവ മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിനകത്ത് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ, അതായത് സവാളയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഉപയോഗിക്കാം. ഇവിടെ കൊച്ചുള്ളി അങ്ങനെ കിട്ടാറില്ല, ആ സവാള. അതുകൊണ്ട് നമ്മൾ സവാളയും കൂടെ എടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് നമ്മൾ ഒരു തക്കാളി ഉപയോഗിക്കുന്നുള്ളൂ, കാരണം നമ്മൾ പുളി യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തക്കാളി ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വലിപ്പത്തിലാട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ നമ്മുടെ തക്കാളിയും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് ഇളക്കിയേക്കുന്നിലേക്ക് ഈ മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കും, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനലിൽ ഇട്ടേക്കുന്ന വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ മത്തങ്ങക്കറി എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമ്മളത് വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു 2-3 മിനിറ്റത്തേക്ക് നമ്മൾ ഈ മത്തങ്ങ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ എണ്ണയുടെ ഇതൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കറിയുടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ വെള്ളം ഒഴിക്കാത്തത്. പിന്നെ അത് നമ്മൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത ശേഷം അത് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം, തോനെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമേ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ. ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റത്തേക്ക് അടച്ച് വെക്കുന്നുണ്ട്. കാരണം മത്തങ്ങ അധികം വെന്തും പോകരുത്. അതുകൊണ്ടാണ് വീണ്ടും 2-3 മിനിറ്റത്തേക്ക് മാത്രം നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നത്. അത് നന്നായി ഇളക്കിയ ശേഷമാണ് കേട്ടോ നമ്മളത് അടച്ച് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക്, അതായത് മത്തങ്ങ അധികം വെന്തും പോകരുത്, അന്ന് വീണ്ടും ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളവും കൂടി ഉപയോഗിച്ച്, പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം വേവത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഒഴിക്കാഞ്ഞത്. പിന്നെ ഒഴിച്ച് കൊടുത്ത് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട്. അധികം മൂപ്പിക്കേണ്ട കേട്ടോ. ആ പച്ചമണം മാറുന്നത് വരെ, ഒന്ന് ചെറിയ പച്ചച്ചവ മാറുന്നത് വരെ നമ്മൾ മുളകും മല്ലിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇടയ്ക്കൊരു കോള് വന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ കയറി വന്നത്. പിന്നെ നമ്മൾ പൊടികളെല്ലാം കൂടെ കറിയിലേക്കിട്ട് ഇളക്കി നന്നായി കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം കുറേ നേരം അത് വറ്റിക്കാനായിട്ട് വെക്കണം. അതായത് ഒന്ന് കുറുകി കിട്ടുന്നത് വരെ. നമുക്കിത് സാമ്പാറിന് പകരം ഉപയോഗിക്കാം. അതായത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. മത്തങ്ങ മാത്രം മതി, നമുക്ക് മറ്റ് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ കറി ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും സപ്പോർട്ട്